ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ ബലൂൺ ആണ്. അപ്പൊ ആശുകുട്ടിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ പോന്നേ. ആവോ, സക്സസ് ആവോ ആശുട്ടാ? നമുക്ക് ആദ്യം ഒരു കുപ്പി വേണം. ബാ. അപ്പൊ ഇന്ന് നമ്മളിതൊരു അടിപൊളി ഹൈഡ്രജൻ ബലൂൺ പരീക്ഷണം നടത്താൻ പോവാണേ. ബലൂണിന്റെ കാര്യമായതുകൊണ്ട് തന്നെ ആശുട്ടനൊക്കെ വളരെ ത്രില്ലിലാണ്. അപ്പൊ നമുക്ക് നേരെ കുപ്പി വരുതി എടുക്കാട്ടോ. ഗ്ലാസിന്റെ ബോട്ടിൽ തന്നെ വേണം. അപ്പൊ ഞാനിതാ മുക്ക് മൂലയൊക്കെ അരിച്ചു പറക്കുന്നുണ്ട്. അങ്ങനെ ഒടുക്കം ഒരു കുപ്പി കിട്ടിയിട്ടുണ്ടേ. അടിപൊളി കുപ്പി ഇട്ടിട്ടുണ്ട്. കാണൂലേ ഇതില് വീഡിയോ എടുക്കുമ്പോ? അപ്പൊ അതാ കുപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കല്ല് വേണം, കുഞ്ഞു കുഞ്ഞു കല്ല് വേണം. കല്ല് പറക്കാൻ പോവാം നമുക്ക്. ബാക്കി സാധനം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്, സെറ്റാണ്. കല്ല് പറക്കിട്ട് വരാം. ബാ, കുപ്പിയുടെ നിൽക്കട്ടെ കേട്ടോ. ഇനി വേണ്ടത് കുഞ്ഞു കല്ലുകളാണ്. ഗാർഡനിലെത്തിയിട്ടുണ്ട്. ഗാർഡനില് അപ്പൊ കല്ലുകൾ പറക്കാൻ വേണ്ടി നമ്മൾ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. എന്റെ ഇത്രേ വേണ്ടു, ചെറുത് മതി. അപ്പൊ കുപ്പിയിൽ പോകുന്ന വിധത്തിൽ ചെറിയ കല്ലുകൾ നോക്കി പറക്കുകയാണ്. ഇപ്പൊ ആകെ ഇച്ചിരി പോരെ കല്ലിന് വേണ്ടിയിട്ടാണ് എല്ലാരും ഇരുന്ന് പെറുക്കുന്നത് കേട്ടോ. കല്ല് കിട്ടിയുണ്ട്. മതിയോ? ഇത് മതിയോ? കുപ്പിയിൽ താവണ്ടേ? ആ ഷൂട്ടൻ ആദ്യം വലിയ കല്ലെടുത്തേ, അത് കുപ്പിയിൽ താവൂല. ഓക്കേടാ, കല്ലുകൾ കിട്ടിയിട്ടുണ്ടേ. ബാ, ഇതെന്താവുന്നൊന്നും അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എടാ, എനിക്ക് ഹൈഡ്രജൻ ബലൂൺ അറിയാം. എന്നാന്ന് അറിയോ? എന്നാ അത് ഇങ്ങനെ കാറ്റത്തിലെല്ലാം മേലേക്ക് പൊന്തി പോവും. ആ കുപ്പി എടുക്കട്ടെ, നമുക്ക് നോക്കാം. മേലേക്ക് പൊന്തി പോവോ അല്ല ചീറ്റി പോവും. കല്ലും കുപ്പി റെഡി ആയിട്ടുണ്ടേ. ബാക്കി സാധനമെല്ലാം മേലെ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. മേലേക്ക് പോവാം. അപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നേരെ ടെറസിലേക്ക് പോവാം. അവിടെ നിന്നാണ് ഇന്നത്തെ പരീക്ഷണം നമ്മൾ നടത്താൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ടെറസ്. ഇവിടെ നിന്നാണ് ഇന്നത്തെ പരിപാടി. വാ, സാധനങ്ങളൊക്കെ റെഡിയല്ലേ അശു? ഇതാണ് നമ്മുടെ ടെറസ്. ഇവിടെ കുറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നേ മുമ്പ്. ഇതൊക്കെ ഇപ്പൊ ഞാൻ താഴേക്ക് മാറ്റി, വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്, സൗകര്യത്തിന് വേണ്ടിയിട്ട് താഴേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ മൊത്തം ഇപ്പൊ കാലിയായിട്ടുണ്ട്. അങ്ങനെ ചെടികളൊക്കെ വെച്ചൊരു സ്റ്റാൻഡായിരുന്നു ഇത്. അപ്പൊ ഇന്നത്തെ പരിപാടി നമുക്ക് തുടങ്ങാം. ഏതായാലും ഒറ്റ ബലൂണേ ഇല്ലു കേട്ടോ. ബലൂൺ ആദ്യം ഇത് കുറേ ദിവസമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ ബലൂണ് കൊണ്ടുവന്നതൊക്കെ ഇവർ ഊതിയിട്ട് വീർപ്പിച്ചിട്ട് കളഞ്ഞു. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. സക്സസ് ആയിട്ടില്ലെങ്കിൽ പണി പാളും. നോക്കാം അല്ലേ? അപ്പൊ ദാ നമുക്ക് കുപ്പി വെക്കാം. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വെള്ളം ഒരു പകുതിയോളം മാത്രമേ വേണ്ടൂ. അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അലുമിനിയം ഫോയിൽ. ഇതെടുത്തിട്ട് നമുക്ക് കല്ലുകളില്ലേ നമ്മൾ നേരത്തെ പറക്കി, അതെല്ലാം ചുറ്റി വെക്കണം. അപ്പൊ ഭാഗ്യവശാൽ അലുമിനിയം ഫോയിൽ ബാക്കി ഉണ്ടായിരുന്നു. തുടങ്ങാം. ബാ. അടുത്ത പണി എന്ന് പറയുന്നത് അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഈ കല്ലുകളൊക്കെ പൊതിഞ്ഞു വെക്കുകയാണ് വേണ്ടത്. അലുമിനിയം ഫോയിൽ കല്ല് ചുറ്റി വെക്കുന്നുണ്ടേ. നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. പണിയെടുത്തിട്ട് കഴിഞ്ഞാ മതി. ഇതൊന്നും ഇനി നമ്മൾ ഈ അലുമിനിയം ഷീറ്റിന്റെ ഈ കല്ല് നമ്മൾ കുപ്പിയിലെ വെള്ളത്തിന്റെ ഉള്ളിലിട്ട് ഇട്ടുകൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഈ കല്ലുകളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ആശുട്ട് എന്താ കുപ്പിയിലേക്ക് ഓരോരോ കല്ലുകളായിട്ട് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ വലിയ റിസർച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് എന്തോ ഒരു വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് ആക്കണം തോന്നി. അപ്പൊ അതിന് അടുത്തത് വേണ്ടത് ഡ്രെയിനേജ് ക്ലീനർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിയല്ലോ സാധനം. ഇതിൽ പൊട്ടിച്ചിട്ട് നമ്മൾ ബലൂണിൽ ഇട്ട് കൊടുക്കാം. അവിടെ ബലൂൺ എടുത്തു. ബലൂണിൽ ഓട്ടയൊന്നും ഉണ്ടാവില്ല ഷോ. ബലൂണിൽ ഓട്ട ഉണ്ടെങ്കിൽ ഫുൾ സംഗതി ഫ്ലോ. വീഡിയോ ഒന്ന് ഊതി നോക്കാം അല്ലേ? ഓട്ടയൊന്നും ഇല്ലാന്ന് തോന്നുമ്പോ അപ്പൊ നമ്മളെ ഡ്രെയിനേജ് ക്ലീനർ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ഡ്രെയിനേജ് പൗഡർ എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബലൂണിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ള് ഇടണോ ആവോ? ഇതിന് പൗഡറിന് നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല കാറ്റ് വീശുന്ന ഇതിന്റെ പൗഡർ വീഴുന്ന സ്ഥലത്ത് ഒരു ചൂട് തോന്നുന്നു എനിക്ക്. ശക്തമായ ക്ലീനർ ആയിരിക്കും, അതാണ്. അപ്പൊ നമുക്കിതാ ഇതിലേക്ക് കുറച്ച് ഇടേണ്ടി വന്നിട്ട് അപ്പോഴത്തേക്ക് തന്നെ ഇത് ഏകദേശം പറഞ്ഞു കുഞ്ഞു ബലൂണാന്ന് തോന്നുന്നു. നമുക്ക് അതിൽ വെച്ച് നോക്കാം. ബലൂൺ കയറി പോകുന്നു എനിക്കറിയില്ല. ഭഗവാൻ വെച്ച് കൊടുക്കട്ടെ. അയ്യോ. അപ്പൊ ഒന്നാമത്തെ അറ്റംപ്റ്റ് തന്നെ ഇതാ ഫെയിൽ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബലൂൺ ഒന്ന് കീറി പോയിട്ടുണ്ട്. ആ കുപ്പിയുടെ വായ ഇച്ചിരി വലുതായിരുന്നു. നമ്മുടെ ബലൂൺ ആണെങ്കിൽ കുറച്ച് ചെറുതുമാണ്. അപ്പൊ രണ്ടാമത് ഞാൻ വീണ്ടും അത് ഇടാൻ നോക്കുന്നുണ്ട്.
അപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് എന്താ കംപ്ലീറ്റ്ലി ഫെയിലായിപ്പോയി. കാരണം അത് വീണ്ടും കീറിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെയോ എന്നെ സർവ്വശക്തി എടുത്തത് മൂന്നാമത് ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തവണ അത് ഒപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ ആ ഡ്രെയിനേജ് പൗഡറൊക്കെ അതിലേക്ക് തട്ടി കൊടുത്തു. എൻ്റെ കൈ ഞാൻ വിട്ടതേ ഇല്ല. പരമാവധി ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വേണ്ടത്ര സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ ഈ പരീക്ഷണം നടത്തിയത്. അപ്പോൾ അതിന് ചെയ്യുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ കയ്യിലൊരു ഗ്ലൗസ് ഒക്കെ ഇടാൻ ശ്രമിക്കുക. കാരണം ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു സാധനത്തിന്. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ഹൈഡ്രജൻ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കുപ്പി നന്നായിട്ട് ചൂടായി. ആ അലുമിനിയം ഫോയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉരുകി പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ബലൂൺ ഇങ്ങനെ മെല്ലെ മെല്ലെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുപ്പി നോക്കുമ്പോഴാണെങ്കിൽ അത് മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു അലുമിനിയം ഫോയിലൊക്കെ പോയിട്ട് കല്ലുകൾ മാത്രമായിട്ടുണ്ടായിരുന്നു. വെള്ളമാണെങ്കിൽ നല്ല കറുത്ത കളറിലുണ്ടായിരുന്നു. സംഭവം സക്സസ് ആണ് കേട്ടോ. സംഭവം സക്സസ് ആണ്. പക്ഷെ നമ്മളെ കൈമിൽ ഒരു ഫ്ലോപ്പ് ആയിപ്പോയി. കുപ്പീൻ്റെ വായ വലുതായി മാത്രമല്ല ബലൂണ് ചെറുതുമായിപ്പോയി. അപ്പം അതുകൊണ്ട് കീറി ഞാൻ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് പിടിച്ചിട്ടാണ് വലുതാ. എടീ ഇത് മൊത്തത്തിൽ ചൂടായി കേട്ടോ ആ കുപ്പി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്നൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഞങ്ങൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ് ശരിക്കും. കാരണം ആ പൗഡർ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു തൊടുമ്പോൾ. അത് വീണ സ്ഥലങ്ങളൊക്കെ ഇച്ചിരി ഒരു പൊള്ളുന്ന ഒരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗത്തിനൊന്നും ഡാമേജ് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പിടിവിടാതെ ഞാനൊരു നൂലൊക്കെ എടുത്തിട്ട് തൽക്കാലം അത് കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറെ പ്രതീക്ഷയോടെ അത് കെട്ടിയതാണ്. കാരണം ഹൈഡ്രജൻ ആണല്ലോ, എന്തായാലും അത് പൊങ്ങാതിരിക്കില്ല എന്ന് വെച്ചിട്ട്. പക്ഷെ പറത്തി വിടാൻ ഒരുങ്ങിയപ്പോഴേക്കും ആകെ മൂഡൗട്ടായിട്ടോ. കാരണം സാധനം അങ്ങനെ പൊങ്ങി പോകണുണ്ടായിരുന്നില്ല. എന്നാലും ചെറിയൊരു ടെൻഡൻസി എവിടെയോ ഉണ്ട്. ഒന്നും കൂടി നമുക്ക് ആക്കിയിട്ട് സക്സസ് ആക്കണം. വരുന്നുണ്ടെന്ന് തോന്നാണ്. കാരണം ഇത് മേലേക്കൊരു പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് ബലൂൺ. അപ്പോൾ അത് ഹൈഡ്രജൻ തന്നെ ആയിരിക്കാം. പക്ഷേ പോരാ അല്ലേ? നമ്മള് പകുതിയാകുമ്പോൾ തന്നെ ബലൂൺ നിറഞ്ഞുപോയി. ബലൂണും കുഞ്ഞിപ്പോയി. ഇപ്പം എന്തെല്ലാം ഫ്ലോപ്പ് ആയിപ്പോയിട്ടുണ്ടേ. ഒന്നും കൂടി നമ്മൾ അടിപൊളിയാക്കും അല്ലേ? ഗൗരീന്റെ എക്സ്പ്രഷൻ നോക്കിട്ട് ഇത് ചെയ്തിട്ട് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ബലൂണ് ആവുന്നുണ്ടെന്ന് തോന്നുന്നേ. എന്നാലും നമ്മൾ വിചാരിച്ച സാധനം സെറ്റ് ആയിട്ടില്ല. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതന്നെ റിപ്പീറ്റ് വീഡിയോ ഇടും. അന്ന് നിങ്ങൾക്ക് ഇത് ശരിയാവില്ലോ എന്ന് കാണിച്ചു തരാം കേട്ടോ. അല്ലേ? പക്ഷെ നമ്മൾ എടുത്ത വെള്ളം കൂടിപ്പോയിട്ടാണോ അല്ല പൗഡർ കുറഞ്ഞു പോയിട്ടാണോ എന്താണെന്നറിയില്ല. വിചാരിച്ച പോലെ അങ്ങോട്ട് വന്നില്ല. നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ ഇട്ട അലുമിനിയം ഫോയിലൊക്കെ ഉരുകിയിട്ട് വെറും കല്ല് മാത്രമായി. അതിൻ്റെ സാധനം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ബലൂണ് ശരിയുണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. നമ്മൾ കല്ലിന് ക്ഷാമമില്ല. ഇനി ബലൂണ് വാങ്ങിയത് അല്ലേ? കുപ്പിയുണ്ട്, ഡ്രെയിനേജ് പൗഡറും ഉണ്ട്. നമുക്ക് ഇനി പാർട്ട് 2 നോക്കാം. ഓക്കെ, വെയിറ്റ്.